ഈശ്വർ മാൽപേ നേരത്തെ ന്യൂസ് 18 പ്രതികരിച്ചിരുന്നു. മാൽപേയുടെ വാക്കുകളിലേക്ക്. സരി, ഇവിടെ ഞങ്ങളിപ്പോ വന്നിട്ടുണ്ട്. അങ്കോള കാലിന് ഞങ്ങൾ ടീം വന്ന ഇപ്പൊ അവിടെ തന്നെ വന്ന നമുക്കൊരു ഫോൺ വന്നു. കുമട്ട സൈഡിലെ ഒരു അഗനാശിനി ഭാഗത്തിലെ ഒരു വെള്ളത്തിൽ കടലിലെ ഒരു ബോഡി ഉണ്ടെന്ന് ചൊല്ലി. ഇപ്പൊ ആ സ്ഥലത്തില് പോകുന്ന നമ്മളിപ്പോ ഒരു 1.5 മണിയാവും. ആ സ്ഥലത്തില് പോകാൻ നോക്കിയിട്ട് അത് ആരുടെ ബോഡി, അർജുന്റെ ബോഡി അല്ല. ഇവിടെ 1 hour ഒരു മിസ്സിംഗ് ഉണ്ട്. ഫിഷർമാൻ മിസ്സിംഗ് ഉണ്ട്. ആ മിസ്സിംഗ് ആയ സമയത്തില് ഒഡീഷ ആദ്മി ആളെ നോക്കും. 2 ആള് ഇപ്പൊ 6 നോക്കി പോയിട്ട് നോക്കിയോ പിന്നെ തിരഞ്ഞു. ഇല്ല ഇനി പോകണം, അവിടെ പോയി നോക്കുന്നു. ഇപ്പോ അങ്ങോട്ട് പോവുകയാണോ? പോകണം. ഇല്ലത് ദൂരത്തിലുണ്ട്, പോയിട്ട് പറഞ്ഞു. 1.5 മണി സമയമുണ്ട്. ഈശ്വർ മാൽപയാണ് ന്യൂസ് 18 അല്പം മുമ്പ് പ്രതികരിച്ചത്. അർജുന്റെ മൃതദേഹമാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നത് മാത്രമല്ല, ഒരു പുരുഷന്റെ മൃതദേഹമാണ് എന്നത് വ്യക്തമാണ്. ഒരു മത്സ്യത്തൊഴിലാളിയെ അവിടെ കാണാനുള്ള സാഹചര്യമുണ്ട്. ആളെ കണ്ടെത്തണം. ഈ നേരത്തെ പറഞ്ഞതുപോലെ 20 ദിവസത്തോളം പഴക്കമുണ്ട് എന്ന് ബൈജുവിനോട് വളരെ കൃത്യമായി തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും നിർണായകമായ നിമിഷങ്ങളാണ്. അർജുൻ ആണോ അല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. DNA പരിശോധന വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം എന്നുള്ളതാണ്. DNA പരിശോധനയ്ക്കുള്ള എല്ലാ സാഹചര്യമുണ്ട്. അവിടെ മൃതദേഹം കടലിൽ ഒഴുകി നടക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഏതാണ്ട് 10-60 കിലോമീറ്റർ അകലെയാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. കാരണം അത്രത്തോളം അടിയൊഴുക്കുള്ള ഒരു പുഴയാണ് ഷിരൂറിലെ ആ പുഴ എന്ന് നമുക്കറിയാം. ഗംഗാവാലിയിൽ നമ്മൾ അത്രയും